ഈ അപൂർവ കാഴ്ച കണ്ടാൽ അതിർത്തി മാറി തെങ്കാശിയിലോ ഗൂഡല്ലൂരിലോ എത്തിയ പ്രതീതിയാണല്ലേ. സൂര്യകാന്തികൾ വിളഞ്ഞ് പാകമായി നിൽക്കുന്ന അപൂർവ കാഴ്ച. മഞ്ഞ പരവതാനി വിരിച്ച പോലെ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ മത്സരിച്ച് വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടം തേടി എത്തുവാനുള്ള സഞ്ചാരികളുടെ പ്രചോദനം. ഈ വിഷുക്കാലത്ത് സൂര്യകാന്തി പാടങ്ങളുടെ ശോഭ ആസ്വദിക്കുവാനായി ഇനി അതിർത്തി കടന്ന് യാത്ര പോകേണ്ടതില്ല. കരുനാഗപ്പള്ളി തഴവ BJSM HSSന് പിന്നിലെ പാടം നിറയെ സൂര്യകാന്തി പൂക്കളുടെ സൗന്ദര്യമാണിപ്പോൾ. പീതവർണ്ണത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ പൂക്കൾ ആരുടെയും മനം കവരും. കരുനാഗപ്പള്ളി ആലപ്പുഴ ദേശീയപാതയിൽ വവ്വേക്കാവ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇടതുഭാഗത്തായി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം കാണാം. അതിന് എതിർവശം ചങ്ങൻകുളങ്ങര കൊറ്റമ്പള്ളി റോഡ് മുന്നോട്ട് പോയി പോംസി ജംഗ്ഷൻ റെയിൽവേ ക്രോസ് കടന്ന അല്പം മുന്നിലേക്ക് പോകുമ്പോൾ വലതുഭാഗത്തായി പാടം കാണാം. മഠത്തിൽ സ്കൂൾ എത്തുന്നതിന് മുന്നേയാണിത്. വരവേൽക്കുന്നത് പച്ച വിരിച്ച നെൽപ്പാടങ്ങൾക്ക് പകരം മഞ്ഞ നിറത്തിൽ ആറാടി നിൽക്കുന്ന സൂര്യകാന്തി പാടമാണ്. ഗുണ്ടൽപേട്ടിലെ പൂപ്പാടത്തെ ഓർമ്മിപ്പിക്കും വിധമാണ് 50 സെൻറ്റിൽ നിറയെ സൂര്യകാന്തികൾ പൂത്തു നിൽക്കുന്നത്. പൂത്തുലഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പാടം കാണാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. പൂക്കളുടെ ഭംഗി ആവോളം ആസ്വദിച്ചും ദൃശ്യങ്ങൾ മൊബൈൽ ക്യാമറകളിൽ പകർത്തിയുമാണ് മടക്കം. സോഷ്യൽ മീഡിയകളിലടക്കം പൂന്തോട്ടത്തിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും പ്രചരിച്ചതോടെ സന്ദർശകരുടെ തിരക്കായി. പാനിപൂരിയും ഐസ്ക്രീം കച്ചവടക്കാരും ഫോട്ടോഷൂട്ട് വീഡിയോ റെക്കോർഡിങ്ങുമൊക്കെ ആയതോടെ തോട്ടത്തിനകത്ത് കയറാൻ പാസ് ഏർപ്പെടുത്തി. 50 രൂപയാണ് ഒരാൾക്കുള്ള ഫീസ്. രാവിലെ സന്ദർശകരുണ്ടെങ്കിലും ഉച്ച കഴിഞ്ഞാൽ ആകെ തിരക്കാണ്. പൂക്കൾ വിളവെടുക്കാൻ കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടിവരും. അതിനു മുമ്പ് പൂക്കളുടെ ദളങ്ങൾ കൊഴിഞ്ഞു തുടങ്ങും. 50 സെൻറ്റിൽ വിരിഞ്ഞ വലുപ്പമുള്ള പൂക്കൾ ആരുടെയും ശ്രദ്ധയാകർഷിക്കുന്നവയാണ്. ഇവിടെ എത്തുന്ന സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് ദയവായി പൂക്കൾ പറിക്കരുത്, ചവിട്ടി കൊഴിക്കരുത്. രാവിലെയും വൈകുന്നേരവുമാണ്